ബാഗ് വിടില്ലട്ടാ, ബാഗ് വിടില്ലേ. ഇവിടെ എന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. സോറി, മറുപടി തരാൻ നേരം. എവിടുന്ന് വന്നതാണ്? ബട്ടക്സിന്റെ ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. ട്രെയിൻ പോയി. ആണോ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കൊട്ട വെട്ടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരും എടുത്തോണ്ട് പോയാല്? പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി. ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇയാളോട് ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ? നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകണ്ടാന്ന് എത്തി സഹായിക്കാൻ ഇറങ്ങിയ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സോറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പേക്കെടുത്ത് തുപ്പ്. പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ തൊങ്ങി കളിക്കാം. ഇങ്ങനെ കളിക്കണോ? കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തിരക്ക്? ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? താങ്കൾ പുരുഷനല്ലേ? ഞാൻ വാലും തലയൊന്നും ഇല്ലാത്തവരാ. താനിന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവലെ പോയാ വല്ലതും കിട്ടും. പൊണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വെള്ളം ഇറങ്ങിയിരിക്ക. വേറൊരു പിശാച്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണ. അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ? ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക. കാല് ഫിറ്റ് ചെയ്ത്. ചേട്ടാ, പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ, ഈ ചെറുപഴം എന്താവല്ല? ചേട്ടാ, ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകൂടൂ. കുറച്ച് ചൂടുവെള്ളം തന്നെ. കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളമിട്ട് ഇറങ്ങാൻ ഇവനാരും മാലാകിയ. ചൂടുവെള്ളത്തിന് വരെ തളച്ചോളാണോ തരുന്നത്? ചേട്ടാ, കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ടത്? നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലുകുത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാണോ നീ? എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാം. വേണ്ട, ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്തിനാ? വെട്ടടാ അവനെ.
നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നവൻ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് തല്ലിയത്? ഞാനും തല്ലില്ലേ? അതെന്തിനാന്ന് ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ട്. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? എടാ ഗോപി, വേഗം ഓടിക്കോ. ആ പെണ്ണുപിള്ള തല്ലാൻ വരണോ? ഓടുവാ. ഗോപി. ഗോപിയോ? ആരാ ഗോപി? ഇയാടെ പേര് ഗോപിന്നാ? ഇയാൾക്ക് ഇവിടെ എന്താ പേര്? നല്ല ചീത്ത പേരാ. ആ, അതിപ്പോ മനസ്സിലായി. തല്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല. ഇവിടെ തങ്ങാമെന്നൊന്നുമല്ല, പോവാ ഞാൻ. പോവേ? വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പോ നീ ഇന്ദുവിന്റെ കല്യാണത്തിന് വന്നല്ലേ? ഇന്ദുവിന്റെ കല്യാണം? അതെ, ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി, നീ വന്നു കേട്ടപ്പോ ഞാൻ കരുതി ഒക്കെ അറിഞ്ഞിട്ട് വന്നതാവുന്ന്. ചെറിയേട്ടനെ കല്യാണത്തിന് മുമ്പൊന്ന് കാണൂന്നുള്ള അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുന്നാ ഞാൻ കരുതിയെ. ദൈവം കേട്ടൊന്നുമല്ല, ഈ പിശാശ് തീവണ്ടിന്ന് ചാടി ഇറങ്ങിയപ്പോ ഇതിനെ പിടിച്ച് കയറ്റാൻ ഇറങ്ങിയത് ഞാൻ. ആരാ ഇത്? ആ, എനിക്കറിഞ്ഞൂടാ. നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ മുടിഞ്ഞ നാട്ടിൽ ഇറങ്ങില്ലായിരുന്നു ഞാൻ. ഇവിടെ നിനക്ക് മുടിഞ്ഞ നാടായത് എപ്പോഴാടാ? മുടിപ്പിച്ച ഞങ്ങളാണോ? ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും ഇനി വ്യാഴാഴ്ച അടുത്ത ട്രെയിനുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് കൊതുകടി മുട്ടടി ഒന്നും കൊള്ളണ്ട. വാ. ആരാത്? കള്ളിയാങ്കാട്ട് നീലി. ചോര ഓടിക്കാൻ വിളിക്കണേ. എല്ലാം അറിയണം തീപ്പെട്ടി കൊള്ളിക്ക്. ചൂത് കളിച്ച് കുടുംബം കുളം തോട്ടിട്ട് ഇറങ്ങി പോയപ്പോ ഇവൻ പറഞ്ഞ വലിയ വർത്തമാനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതും എന്തൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? നശിപ്പിച്ചതെല്ലാം തിരിച്ചെടുക്കാനുള്ള കാശും കൊണ്ട് ഇവിടെ കാലുകുത്തുന്നു. മതി, ഒന്നുമില്ലേലും അവൻ വന്നുല്ലോ. ഈ തറവാട്ടിൽ അവസാനമായിട്ട് നടക്കാൻ പോണ ഒരു നല്ല കാര്യ. അതൊക്കെ ശരിയാ, പക്ഷെ ലക്ഷ്മിയേട്ടത്തിയുടെ വാക്ക് കേട്ടോണ്ടാ ഇന്ദുവിന്റെ കല്യാണം നിശ്ചയിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പൊന്നാരനിയൻ വന്നപ്പോ ഇനി നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിലേ ഇപ്പോഴേ തുറന്നു പറയണം. പിന്നെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങളുടെ കാല് പിടിക്കാൻ വന്നേക്കരുത്. അവൻ ഒരു അഭിപ്രായവും പറയാനില്ല. നിങ്ങളോടൊക്കെ പറഞ്ഞ വാക്ക് മാറ്റാനും പോണില്ല. എല്ലാരും കൂടി ഈ കുട്ടിയെ സന്തോഷമായിട്ടൊന്ന് കെട്ടിച്ചയച്ചാ മതി. വിവരം ഉണ്ടോ നിങ്ങളുടെയൊക്കെ കാരണവന്മാർക്ക്? പണ്ട് ഈ തറവാട് പണിതപ്പോ ഒരു 3-4 തേക്ക് കൂടി കയറ്റിയിരുന്നെങ്കിൽ കാശ് ഇപ്പൊ എത്ര വാരായിരുന്നു? മരം വളരെ കുറവാ, കല്ലിനാണേ വിലയില്ല. എന്നാ താനൊരു ലോഡ് കല്ലെന്റെ വീട്ടിൽ ഇറക്കിത്താടോ. കാരണം അല്ലേട്ടാ, എത്ര നേരം ഇയാൾ അളക്കാൻ തുടങ്ങിയിട്ട് അവിടെ? താനിപ്പോ ഉള്ളതിന്റെ വില പറഞ്ഞാ മതി. അകത്തളത്തിലെ തൂണൊക്കെ ഈട്ടിക്കൊണ്ട് തന്നെയാ. പക്ഷെ മച്ച് തേക്കാം. അതുമല്ല, കെട്ട് കുമ്മായവും ചെത്തുകല്ലും കൊണ്ടാ. പൊളിക്കണ കാശ് എന്റെ കയ്യിൽ നിന്ന് പോവും. ഇനി നിന്റെ ചെറിയേട്ടൻ കല്യാണത്തിന് കൂടിയില്ലെന്ന് പറഞ്ഞ് കണ്ണു നിറയ്ക്കണ്ട. ഇത്തിരി പൊക്കം വണ്ണം കൂടിയെന്നുള്ളൂ. ഇവളിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാലും ചെറിയേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. ഏയ്, ആ സ്വഭാവത്തിനൊരു മാറ്റമില്ല. പഴയ പൊട്ടിപ്പെണ്ണ് തന്നെ അല്ലടി. ആരേത്? വഴി കിടന്ന് കിട്ടിയതാ. വഴിന്നോ? നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വഴി കിടന്ന് കണ്ണാടി തുണ്ട്, ചിപ്പി, ബട്ടൺസ് അതുപോലെയുള്ള കുന്ത്രാടകളൊക്കെ ഇട്ട് വരുന്നില്ലേ? അതൊക്കെ എടുത്ത് നമ്മൾ കീശയിലിട്ട് വരുന്നില്ലേ? അതുപോലെ വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കുന്ത്രാണ്ടാത്.